ഹായ് ഗായ്സ്, എല്ലാവർക്കും അൺലിമിറ്റഡ് ഡ്രാമ മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കേൾക്കാൻ പോകുന്ന ഡാൻസ് ഓഫ് ദി സ്കൈ എംപയറിൻ്റെ 25ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡ് തുടക്കം നമ്മൾ കാണുന്നത് ആറ്റും തല്ലും ഒന്ന് അനങ്ങോ ചെയ്യാതെ ഇങ്ങനെ തറയിൽ ഇങ്ങനെ കിടക്കുക. അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്ന രാജകോട്ടെ നമ്മുടെ ഷോഫീം ഇങ്ങനെ ഒരു കട്ടിലേക്ക് കിടക്കുക. പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ ക്രൗൺ പ്രിൻസ് അല്ല, ഇപ്പോൾ രാജാവായി ക്രൗൺ പ്രിൻസ്. നമുക്കെന്നാലും ക്രൗൺ പ്രിൻസ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ, നമുക്കത് എളുപ്പം. ക്രൗൺ പ്രിൻസും വേറെ ആൾ കയറി വരും. ഉടനെ അവിടെയുള്ള പെമ്പിളോട് ചോദിക്കും എങ്ങനെയുണ്ട് അവനെ, ഇപ്പം പറയും ഇതോട്ട് ഉണന്നില്ലെന്ന് പറയും. ഉടനെ അവരെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവനെ നോക്കാൻ പോവുക. അവരെങ്ങനെ അവിടെ പോയി നോക്കുമ്പോഴത്തേനും നമ്മൾ ഷോപ്പിങ്ങിന് ബോധം വന്നിട്ടില്ല. അവിടെ അവർ തിരിച്ചിട്ട് പറയും, അവിടുത്തെ രാജാവ് പറയും ആൾക്കാരോട് പറ അവർ നല്ലത് നോക്കാൻ പറയും. എന്നിട്ട് അവരെങ്ങനെ ഇറങ്ങി പോകുമ്പോഴത്തേനും ആ കൂടെയുള്ള പുള്ളി പറയും ഷോപ്പിംഗ് ശക്തിയുള്ളവനാണ്, അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും നല്ലവരാണ്. അങ്ങ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനും അങ്ങേക്കും നല്ല കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ. കാരണം ബാക്കിയുള്ളവർക്കെല്ലാം അവനെ പേടിയാണല്ലോ. പക്ഷേ അങ്ങ് പറയുന്നത് അവൻ കേട്ടില്ലെങ്കിലോ എന്ന് ചോദിക്കും. ഉടനെ നമ്മുടെ രാജാവ് ചോദിക്കും അവനത്ര ധൈര്യം ഉണ്ടെന്ന് ചോദിക്കും. അപ്പോഴത്തേനും കൂടെയുള്ള പുള്ളി പറയും ഇന്നലെ അങ്ങ് പറയുന്നത് കേൾക്കാതെ അങ്ങയുടെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചവനാണ്, അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറയും. ഇപ്പോഴാണെങ്കിൽ അങ്ങേക്ക് ഇവനെ കൊല്ലാനാണ് എളുപ്പമാണ്. കാരണം അവൻ ഒരു മനസ്സിന് നല്ല മനസ്സുള്ളവനോ അല്ലെങ്കിൽ അവൻ ക്രൂരനാണ്. അതുകൊണ്ട് ഇപ്പോഴവസരത്തിൽ അവനെ കൊല്ലാം. പിന്നെ അവൻ ഉണർന്നു കഴിഞ്ഞാൽ ആർക്കും അവനെ കൊല്ലാൻ പറ്റുന്ന വരത്തില്ല. അങ്ങേക്ക് പോലും അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് നല്ലൊരു ചാൻസാന്ന് പറയും. ഉടനെ നമ്മുടെ ക്രൗൺ പ്രിൻസ് ചോദിക്കും അങ്ങനെയാണെങ്കിൽ നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ ചോദിക്കും. ആ പുള്ളിയുടെ കൈയിലടയ്ക്കുന്ന ഒരു കത്തി എടുത്ത് കൊടുത്തിട്ട് പറയും ഇത് കണ്ടോ എന്ന് പറയും. ഉടനെ പുള്ളി വേടിച്ച് പറിച്ച് എന്ത് കത്തിയോ എന്നുള്ളത് വിറച്ച് ആ കത്തി വാങ്ങിക്കും. ഒരുമാതിരി പേടി, അവന് ഇച്ചിരി പേടിയൊക്കെ ഉണ്ട് അതിന് ക്രൗൺ പ്രിൻസിന്. നമ്മുടെ രാജാവാണെങ്കിൽ അതായത് ക്രൗൺ പ്രിൻസ് അവൻ ആ കത്തിയുമായിട്ട് നമ്മുടെ ഷോഫിങ് നേരെ വന്നിട്ട് കുത്താനുണ്ടെങ്കിൽ ആയുമ്പോഴത്തേനും പെട്ടെന്ന് നമ്മുടെ ഷോഫിം കൈ ഓർത്ത് അവൻ്റെ കയ്യെ പിടിക്കും. ഉടനെ നമ്മുടെ ഷോഫിമിനെ കണ്ടുകൊണ്ട് നമ്മുടെ ക്രൗൺ പ്രിൻസ് പേടിച്ച് പറയും അന്ന് ചോദിക്കും നിങ്ങൾ എണീറ്റോന്ന് ചോദിക്കും. ഉടനെ നമ്മുടെ ഷോഫിൻ പറയും എണീറ്റില്ലായിരുന്നെങ്കിൽ ഇപ്പം അങ്ങയുടെ കത്തി എൻ്റെ ചങ്കത്ത് കുത്തിയെന്നേനെന്ന് പറയും. ഉടനെ നമ്മുടെ ഷോഫിൻ പറയും നമ്മുടെ ക്രൗൺ പ്രിൻസ് അങ്ങനൊന്നുമില്ല, ഇത് നല്ല കത്തിയാണ്, നല്ല വേറെ സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നാണ്, അങ്ങേക്ക് കളിക്കാൻ തരാമല്ലെന്ന് വിചാരിച്ച് കൊണ്ടുവന്നാന്ന് പറയും. ഉടനെ നമ്മുടെ ഷോഫിൻ പറയും ആണോ, പക്ഷെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്ന കത്തി ഇങ്ങനെ പിടിച്ചിങ്ങ് വാങ്ങും. എന്ന് പറയും ഈ കത്തി കൊള്ളാം, ഇതിന് മൂർച്ചയുണ്ടോ ഞാൻ എങ്ങനെയാണ് അറിയുന്നു. നേരെ ആ രാജാവിൻ്റെ കൂടെ വന്ന പുള്ളിയുടെ ചങ്കത്തോടെറിയും. കറക്റ്റ് ആ പുള്ളിയുടെ ചങ്കത്ത് കൊണ്ട് പുള്ളി താഴെ വീഴും. എന്നിട്ട് അവൻ്റെ ശക്തി കൊണ്ട് ആ കത്തി പിന്നെ തിരിച്ചെടുത്ത് ഇവൻ്റെ കൈ പിന്നെ കത്തി വന്നിരിക്കും. ഇതെല്ലാം കണ്ട് നമ്മുടെ ക്രൗൺ പ്രിൻസ് ശരിക്കും പേടിച്ചിരിക്കുക. നമ്മുടെ രാജകുമാരൻ പറയും ഞാൻ പറഞ്ഞ കള്ളമല്ല, സത്യമല്ലേ, ആ കത്തിക്ക് നല്ല മൂർച്ച എന്നുണ്ട്. ഉടനെ നമ്മുടെ രാജാവിന് നേരെ ആ കത്തി ഇങ്ങനെ നീട്ടി പറയും ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ ആരോ പറഞ്ഞു എനിക്ക് ക്രൂവലായിട്ട് ഉള്ളൊരു ക്രൂരതയുള്ള മനുഷ്യനാണ്, എനിക്ക് മനസ്സില്ല എന്നൊക്കെ പറഞ്ഞെന്ന് പറയും. ഉടനെ നമ്മുടെ രാജകുമാരൻ ഒന്നും പേടിച്ചിട്ടില്ല. നിങ്ങളുടെ തൊണ്ടക്കുഴിയിലൂടെ അങ്ങോട്ട് നമ്മുടെ കത്തി അടങ്ങ് ചെല്ലുമ്പോഴത്തേനും അവനൊന്നും വിടാതെ ഇനി കരയാൻ തുടങ്ങും നമ്മുടെ രാജകുമാരൻ. ഉടനെ നമ്മുടെ ഷോഫിം പറയും നീ നിൻ്റെ സ്വന്തം കുഴി കുഴിക്കാൻ നോക്കരുത്. എന്നിട്ട് അവൻ്റെ കയ്യിൽ കത്തി തിരിച്ചു കൊടുത്ത് നമ്മുടെ ഷോഫിം നേരെ നടന്ന് അതേ പോസ്റ്റിലും കയറി കിടക്കും. രാജകുമാരനെ പേടി ഇത്തിരി മാറി സമാധാനം, കാരണം തിരിച്ചു പോയി കിടന്നല്ലോ, അവനെ ഒന്നും ഉപദ്രവിച്ചില്ലല്ലോ, സമാധാനമായിട്ട് എത്രയും പെട്ടെന്ന് അവിടെ രക്ഷപ്പെട്ടു ഓടും. നമ്മളെ കണ്ടെങ്കിൽ നമ്മൾ ലീസാൻ ഇങ്ങനെ കിടക്കുക. അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ലോങ് വെയർ ഇരിപ്പുണ്ട്. ഉടനെ ലീസാൻ പെട്ടെന്ന് ഇങ്ങനെ ഉണർന്നിട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ലോങ്ങിലേക്ക് നീ എണീറ്റോ എന്ന് ചോദിക്കും. അതായത് നമ്മൾ ലോങ് വെയർ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് നിൽക്കുകയാണ്. നമ്മൾ ലീസാനോട് വന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. പെട്ടെന്ന് ഒരുപാട് ഇങ്ങനെ കഴിച്ചു പെട്ടെന്ന് അവൻ വിൽക്കുമ്പോൾ ചുമക്കാൻ തുടങ്ങുമ്പോഴത്തേനും നമ്മുടെ ലോങ് വെയർ പറയും നീ പതിയെ കഴിക്കും, നിൻ്റെ അടുത്ത് നിന്ന് ആരും എടുത്തുകൊണ്ട് പോകാൻ പോകുന്നത് ഇച്ചിരി വെള്ളം ഒഴിച്ചങ്ങ് കൊടുക്കും. എന്നിട്ട് പറയും നമ്മുടെ ഇവൻ കഴിച്ചുകൊണ്ടിങ്ങനെ സമാധാനത്തിൽ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജകുമാരൻ പറയും ഞാൻ ആൾക്കാരെ അയച്ചായിരുന്നു കൊട്ടാരത്തിലേക്ക്, എന്നാ സംഭവം എന്ന് പറയാം. ഉടനെ നമ്മുടെ ലിസ പറയും എനിക്ക് അതിനെ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, എനിക്കതൊന്നും അറിയേണ്ടെന്ന്. ഉടനെ നമ്മുടെ ലോകോരേക്കും ഉറപ്പായിട്ടും നിനക്ക് അറിയണ്ടേ, ഇത് സത്യമാണ്, നമ്മുടെ പ്രിൻസ് മോവും യൂലിയാനും കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് പറയും. ഉടനെ അവനിങ്ങനെ ഒന്നും അറിയാത്ത പോലെ കഴിക്കുമ്പോഴത്തേനും പെട്ടെന്ന് നമ്മുടെ രാജകുമാരൻ പറയും അത് അവൾക്ക് ആ കല്ല് കിട്ടാൻ വേണ്ടിയാണ്, അവളെ കല്യാണം കഴിച്ചാൽ മാത്രമേ അത് ഒരു സ്ത്രീധനം പോലെ അവളുടെ കിട്ടുള്ളൂ, അതിനു വേണ്ടിയാണെന്ന് പറയും. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ലീസോനൊന്ന് ഞെട്ടും. ആ സമയത്താണ് ഈ കൊട്ടാരത്തിൽ അവിടെ എല്ലാം ഭയങ്കര ആഘോഷം നടക്കുന്നു. കൊട്ടാരത്തിനകത്ത് നമ്മുടെ പ്രിൻസ് മോൻ്റെ കല്യാണമല്ല, അത് പ്രിൻസ് മോനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് അങ്ങോട്ട് പ്രിൻസ് മോൻ്റെ അമ്മ വന്നിട്ട് ചോദിച്ചു നിനക്ക് ഉറപ്പാണോ നീ യൂലിയാനെ കല്യാണം കഴിക്കാൻ തയ്യാറായിട്ടിരിക്കുവാണോ, കാരണം അവൾ ഈ രാജ്യത്തുള്ളതല്ല, അതുകൊണ്ട് എനിക്ക് ഒരു സങ്കടം ഒരു വിഷമമൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പോഴത്തേനും നമ്മുടെ പ്രിൻസ് പറയും നിങ്ങൾ ഇപ്പോഴാണോ അമ്മ ഇത് പറയുന്നത്, കല്യാണ സമയമായി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് അവളെ കല്യാണം കഴിക്കുന്നത് എനിക്ക് സന്തോഷമുള്ളതെന്ന് പറയും. അപ്പോഴത്തേനും നമ്മുടെ പ്രിൻസ് മുന്നേ പറയും അതെനിക്ക് മനസ്സിലായി, ഇവിടെ ആൾക്കാർ പറയുന്ന കേട്ടു യൂലിയ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞപ്പം നീ ഭയങ്കരമായിട്ട് സന്തോഷത്തിലായതെന്ന് പറയും. അത് കേട്ടിട്ട് നമ്മുടെ ഭാര്യ പറയും പിന്നെ എങ്ങനെ സന്തോഷിക്കായിരിക്കും, കുറേ നാൾ പുറകെ നടന്നതല്ലേ, ഈ ഒരു അവസരത്തിന് വേണ്ടിയായിരിക്കും ഇത്ര നാളും കാത്തിരുന്നത്, അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ഉറപ്പായിട്ടും രാജകുമാരൻ സന്തോഷിക്കുകയാണ് ചെയ്യുമെന്ന് പറയും. ഇത് കേട്ട് എല്ലാവർക്കും തന്നെ സന്തോഷമാവും.
അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ പ്രിൻസും അടുത്തുള്ള പെൺപിള്ളേരോട് പറഞ്ഞു, തോഴിമാരോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് പോയി പ്രിൻസസ് മൂവിനെ നോക്കൂ, എന്തെങ്കിലും ആവശ്യമുണ്ട് അപ്പം തന്നെ കൊടുക്കുക, എല്ലാം നല്ലത് നടക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ യുവരാണ് ചുമന്ന ഡ്രസ്സൊക്കെ ഇട്ട് ഒരു കല്യാണ പെണ്ണെ പോലെ ഒരുങ്ങിയിരിക്കുക. പുറകെ കുറേ തോഴിമാരൊക്കെ ഉണ്ട്. അവരെന്തോ തൊപ്പി പോലത്തെ ഒരു സാധനമൊക്കെ അവൾ കൊണ്ട് വെച്ച് കൊടുക്കും. ഒരു കല്യാണ പെണ്ണെ പോലെ ഒരുങ്ങിയിരിക്കും. പക്ഷേ മുഖത്ത് ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ സന്തോഷമൊന്നും കാണാനില്ല. യുവരാൻ ഒട്ടും ഇഷ്ടമല്ലാതാണ് കല്യാണം കഴിക്കുന്നത്. പക്ഷേ ഡ്രാഗൺ മാസ്റ്ററിനെ രക്ഷിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ് കല്യാണം കഴിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ലീസുവാനല്ലേ അവൾക്ക് ഇഷ്ടം. അവൾക്ക് ലീസുവാനെ കല്യാണം കഴിച്ചപ്പോൾ എന്ത് സന്തോഷമായിരുന്നു നമ്മളന്ന് കണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ആ മുഖത്ത് ആ സന്തോഷം നമുക്ക് കാണാൻ കിട്ടത്തില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ അവളിങ്ങനെ ഇറങ്ങി രാജകൊട്ടാരത്തിൻ്റെ അകത്തൂടെ ഇങ്ങനെ പുറത്തോട്ട് നടന്നു പോവുക, കല്യാണത്തിന് പോവുക. കുറച്ച് തോഴിമാരും ഭടന്മാരും ഒക്കെ ഉണ്ട്. അവളിങ്ങനെ നടന്നു പോവുക. ഇതെല്ലാം നോക്കിക്കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ലീസുവാൻ അവളിങ്ങനെ നടന്നു പോകാൻ നോക്കിക്കൊണ്ട് നിൽക്കുക. ലീസുവാൻ അവനിങ്ങനെ അവളെ കുറേ നേരം നോക്കി അവളങ്ങ് നടന്നു പോകും. ആ സമയത്ത് ഇവർ രണ്ടുപേരുടെയും മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവർ ആ കല്യാണം അപ്പാപ്പൻ്റെ അടുത്ത സ്ഥലത്ത് പോയപ്പോൾ കല്യാണം കഴിച്ചില്ലേ, ആ ഒരു ഫ്ലാഷ് ബാക്കാണ് ഇവരുടെ മനസ്സിൽ. അന്ന് അവനാണ് അവളുടെ മൊത്തം നെറ്റ് മാറ്റുന്നത്, പിന്നെ ഇവർ രണ്ടും ഒരുമിച്ച് പോയി ഇരിക്കുന്നത്, അവൻ അവളുടെ കവളത്ത് ഉമ്മ കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ രണ്ടുപേരുടെ മനസ്സിൽ. ഇവർ രണ്ടുപേരും ഒരേ കാര്യം തന്നെ ചിന്തിക്കുന്നു. അവൾ അവനെ നോക്കി ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു, അവൻ അവളെ നോക്കി ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു, അവളാണ് അവനെ ഓർത്ത് ഇങ്ങനെ നടക്കുന്നു. പെട്ടെന്ന് അവളുടെ മനസ്സിലോട്ട് അവൻ അടുത്തുള്ള പോലെ ഒരു ഫീൽ വന്നു. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കും പുറകോട്ട്. പക്ഷേ അവിടെ അങ്ങ് നമ്മൾ ലീസനെ കാണുന്നില്ല. അവൻ പെട്ടെന്ന് ഒളിച്ചെന്ന് തോന്നുന്നു. അവിടെ നിന്ന് നോക്കിയിട്ട് അവൾ അവനെ കണ്ടില്ല. അവൾക്കത് ഭയങ്കര സങ്കടവും, കണ്ണൊക്കെ നിറഞ്ഞ് അവളങ്ങ് തിരിഞ്ഞിട്ട് അവളങ്ങ് പോകും. പക്ഷേ നമ്മൾ ലീസയുടെ പുറകിൽ ഇരിപ്പുണ്ടായിരുന്നു. അവനോട് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നു. അവളാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവളങ്ങ് പോകുന്നു. അപ്പോൾ ഈ സീനൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇമോഷണലായിട്ട് ഭയങ്കരമായിട്ട് ചെയ്യുന്നൊരു ഫീലാണേ. അങ്ങനെ അവൾ കൊട്ടാരത്തെത്തി എല്ലാവരും മുന്നിലോട്ട് അവളിങ്ങനെ കയറി വരുമോ. അവളിങ്ങനെ കയറി എന്നോട് അവളുടെ സൗന്ദര്യം കണ്ടിട്ട് നമ്മുടെ പ്രിൻസിപ്പൽ നോക്കി നിൽക്കുന്നു. കൂടെയുള്ളവരെല്ലാം അവളെ നോക്കി എന്ത് സുന്ദരിയെ കാണുന്നവർ കൈ കൊട്ടുന്നു. അവളിങ്ങനെ നടന്നകത്തോട്ട് വരുക. കല്യാണ സമയമായി. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ കല്യാണത്തിന് ചടങ്ങുകൾ ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും ഇവരുടെ കല്യാണത്തിന് തന്നെയാണ് മറ്റേ ആ കല്ലില്ലേ, ആ പച്ചക്കല്ല്, അതുമായിട്ട് ഉടനെ നമ്മുടെ റാണി വരും. അവർ വന്ന് ഇവരുടെ ഫ്രണ്ടിൽ ആ ഒരു പച്ചക്കല്ലാണ് നിൽക്കും. അത് വേറൊരു ആചാരത്തിൽ പെട്ടതാണ്. അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞു. അന്ന് രാത്രി അവളിങ്ങനെ ബാത്ത് ടപ്പിലിട്ട് അവളിങ്ങനെ കുളിക്കുക. കൂടെ തോഴിമാരെല്ലാം ഉണ്ട്. പക്ഷെ അവളുടെ മനസ്സിൽ അവളെ കല്ലിന് വേണ്ടിയാണല്ലോ പ്രിൻസിപ്പലിനെ കല്യാണം കഴിച്ചത്, താൻ ലീസനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെന്നുള്ള ഒരുപാട് ചിന്തകൾ അവളുടെ മനസ്സിലിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. അവളിങ്ങനെ അതെല്ലാം ചിന്തിച്ചിങ്ങനെ ആ ബാത്ത് ടപ്പിൽ കിടക്കുക. കയ്യിൽ ആ പച്ചക്കല്ലുണ്ട്. ആ പച്ചക്കല്ല് പിടിച്ചാണ് അവിടെ ഇതെല്ലാം ഇങ്ങനെ ആലോചിച്ച് കിടക്കുന്നത്. അവൾക്ക് എന്താ ചെയ്യേണ്ടേ, താൻ ഇപ്പം വേറെയുള്ള ഭാര്യ, ആ ചിന്തകളൊക്കെ അവളുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും അവൾ ഇനിയിപ്പം അവളുടെ മനസ്സിൽ ഡ്രാഗൺ മാസ്റ്റർ രക്ഷിക്കാന്നൊരു ചിന്ത മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ കിടന്ന് ആലോചിക്കുമ്പം അവളിങ്ങനെ ഓർക്കുക, ആ കല്ല് വേണമെങ്കിൽ പ്രിൻസ് പറയത്തില്ല നീ എന്നെ കല്യാണം കഴിക്കണമെന്ന്. അത് കേട്ടുകൊണ്ട് നമ്മുടെ യുവലജിക്കും കല്യാണം കഴിക്കണോ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിൻസ് പറയും കല്യാണം കഴിക്കുക മാത്രമല്ല എന്ത് ഒരു കല്യാണം കഴിച്ച വിവാഹത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ നമ്മളും ചെയ്യണമെന്ന് പറയും. അതിങ്ങനെ ആലോചിച്ചെടുക്കുമ്പോഴത്തേനും അവളുടെ ഒരു തൊഴിൽ വന്നിട്ട് പറയും പ്രിൻസസ് സമയമായി ഡ്രസ്സ് മാറി വാ, പ്രിൻസ് മുടക്കാത്തിരിക്കുക എന്ന് പറയും. പക്ഷേ അവൾക്കൊരനക്കവും ഇല്ല. അവളിങ്ങനെ ഇങ്ങനെ ആലോചിക്കുക. അവൾ എണീറ്റ് ഉടനെ വേലക്കാരി അവളിങ്ങനെ ഓരോ ഡ്രസ്സ് ഇടിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അപ്പുറത്തോട്ട് വന്നിട്ട് പെട്ടെന്ന് എന്തോ മണം വന്നിട്ട് ഒരു ബോധം കെട്ട് വീഴും. ഉടനെ വേറെ ആരോ വന്ന് ഇവിടെ ഇങ്ങനെ ഡ്രസ്സ് ഇരിക്കും. പെട്ടെന്ന് അവൾക്ക് എന്തോ പോലെ തോന്നി. അവൾ തിരിഞ്ഞ് നോക്കുമ്പം അത് വേറെ ആരല്ല, നമ്മുടെ ലീസുവാന. പെട്ടെന്ന് അവളിങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേനും അവനൊന്നും വേണ്ടത് അവളെ എടുത്തുകൊണ്ട് അങ്ങ് പറന്നങ്ങ് പോകും. കുറേ ഓടിൻ്റെയൊക്കെ പുറത്ത് ചാടി അവന് അങ്ങ് പറന്ന് അവളെ കൊണ്ടുപോകും. അവളാണെങ്കിൽ ഒന്നും ചോദിക്കാതെ അവൻ്റെ മുഖത്തോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ പ്രിൻസും ആണെങ്കിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഭയങ്കര ഫസ്റ്റ് നൈറ്റൊക്കെ ആഘോഷിക്കാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴത്തേനും പെട്ടെന്നൊരു തോഴി എന്നിട്ട് പറയും അയ്യോ എല്ലാം ശരിയാവുന്നില്ല എന്ന് പറയുമ്പോഴത്തേനും പ്രിൻസ് വയ്ക്കും സമാധാനത്തോടെ പറയാൻ പറയും. ഉടനെ നമ്മുടെ തോഴി പറയും പ്രിൻസസ് മൂവിനെ കാണാനില്ലെന്ന് പറയും. ഉടനെ നമ്മുടെ പ്രിൻസ് മൂവ് ഞെട്ടും. ആ സമയം നമ്മൾ അപ്പുറത്ത് കാണുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴത്തേനും അവിടുത്തെ പുള്ളി പറയും ഇത് ഞങ്ങളുടെ പ്രിൻസ് മൂവിൻ്റെ കല്യാണമായിരുന്നു, അതുകൊണ്ട് എല്ലാ ഭക്ഷണത്തിനും ഡിസ്കൗണ്ടൊക്കെ ഉണ്ടെന്ന് പറയും. ഉടനെ അങ്ങോട്ട് നമ്മുടെ അസിസ്റ്റൻറ്റ് കയറി വരും. ഉടനെ നമ്മുടെ രാജകുമാരൻ കയ്യിൽ എന്തോ പൈസ എടുത്ത് അവന് കൊടുത്തിട്ട് പൊക്കോളാൻ പറയും. അവൻ പറയും ഇത് ഇച്ചിരി കൂടുതൽ പൈസ അല്ലെന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ അസിസ്റ്റൻറ്റ് പറയും രാജകുമാരൻ പറഞ്ഞു കേട്ടില്ലേ പോകാൻ, നിന്നോടല്ലേ പോകാൻ പറഞ്ഞതെന്ന് പറയും. ഉടനെ അവനങ്ങ് പോവും. എന്നിട്ട് നമ്മുടെ രാജകുമാരനോട് പറയും അങ്ങ് വിചാരിച്ചാൽ തന്നെ ലിസുവാൻ കൊട്ടാരത്തിൽ ചെന്ന് യൂലിയാനെ കൊണ്ട് പോയി. ഞാൻ അന്നേരെ പറഞ്ഞില്ലേ അവൻ യൂലിയാനൊരു വില കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പക്ഷേ ഇല്ല എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ രാജകുമാരൻ പറയും, അത് രാജകുമാരി പറയും ഉണ്ടായിരിക്കാൻ പറയും. അസിസ്റ്റൻ്റ് അവിടെ ഇരിക്കാൻ പറയാം. അവനോട് ഇരിക്കും. എന്നിട്ട് അവന് ചായ കൊടുക്കുമ്പോഴത്തേനും അസിസ്റ്റൻ്റ് ചോദിക്കും രാജകുമാരൻ ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കും. അതുകൊണ്ട് നമ്മുടെ രാജകുമാരൻ പറയും വെയിറ്റ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ തന്നെ നമ്മുടെ രാജകുമാരിയുടെ മനസ്സിൽ എന്തോ പ്ലാനുണ്ട്. ആ പ്ലാൻ വെച്ചുള്ള രീതിയിലാണ്. ആ സമയത്ത് ഇപ്പുറത്താണ് നമ്മുടെ പ്രിൻസിപ്പോ ഇങ്ങനെ ഒരു കവാടത്തിനകത്ത് കയറി ഇരിക്കുക. എവിടെ പോയി എന്നൊരു ചിന്തയിൽ എനിക്ക് തോന്നുന്നു മനസ്സിലായി കാണും.
പിന്നെ അങ്ങോട്ട് ബാത്തൊക്കെ വരുന്നിട്ട് പറയും, രാജകുമാരൻ അങ്ങ് വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ആവശ്യത്തിലധികമുള്ള ആൾക്കാരെ വിട്ടിട്ടുണ്ട്, എവിടെയെങ്കിലും കാണും. അതുപോലെ തന്നെ സാധാരണപ്പെട്ട ഒരു മനുഷ്യന് ഉറപ്പായിട്ടും നമ്മുടെ പ്രിൻസസിനെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. കാരണം അവർക്കുള്ള കുംഫും പിന്നെ അറിയാവുന്ന മാജിക്കൊക്കെ വെച്ച് വേറെ ആൾക്ക് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആരാന്ന് കണ്ടുകൂടെ. പ്രിൻസ് മോ പറയും, എനിക്കറിയാം സാധാരണപ്പെട്ട മനുഷ്യർക്ക് പറ്റത്തില്ലെന്നും, എൻ്റെ മനസ്സിൽ വേറൊരാളാണ്, അയാളാ പിടിച്ചുകൊണ്ട് പോയെങ്കിൽ എന്ന് പറയും. അതിട്ടുണ്ട് ബാത്തോ പറയും, അയാളോ, അതാരാ ഒരാൾ, ഇനിയിപ്പം ആ ഒരാൾ ലിസ്ബനാണോ എന്ന് ചോദിക്കും. പ്രിൻസ് മോ ഒന്നും മിണ്ടത്തില്ല. അതുകൊണ്ടുകൊണ്ട് നമ്മുടെ ഭർത്ത പറയും, അങ്ങനെയാണെങ്കിൽ എല്ലാം തെറ്റും, കാരണം അവന് ഒട്ടും ഇഷ്ടമല്ല പ്രിൻസസിനെ, ഉറപ്പായിട്ട് എന്തെങ്കിലും ചെയ്യുമെന്നും എനിക്ക് പേടിയാവുന്നുണ്ടെന്ന് പറയും. അപ്പോഴത്തേനും പ്രിൻസ് പറയും, എത്രയും പെട്ടെന്ന് ആൾക്കാർ കൂടുതൽ അയച്ച് അവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോഴത്തേനും അങ്ങനെ നമ്മുടെ ബാത്തു അവിടെ നിന്ന് പോകും. അവനങ്ങനെ അവളെ പറത്തിക്കൊണ്ട് ഒരു നദിയുടെ തീരത്തുകൊണ്ട് നിർത്തും. ഉടനെ അവനോട് പറയും, എന്നെ വിടാൻ പറഞ്ഞിട്ട് അവൾ ഇറങ്ങി നടന്നു പോകാൻ നോക്കുമ്പോഴത്തേനും അപ്പോഴത്തെ കൈ പിടിക്കും. ഉടനെ അവൾ പറയും, കയ്യിൽ നിന്ന് വിടാൻ പറയും. പക്ഷെ അവൻ പറയും ഇല്ലെന്ന് പറയും. ഒന്നുകൂടെ പറയും കയ്യിൽ നിന്ന് വിടാൻ, അപ്പോഴും പറയും ഇല്ലെന്ന്. ഉടനെ അവളുടെ അഭ്യാസ പ്രകടനം, അടിയും മാജിക് കൊണ്ടുള്ള പരിപാടിയും അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങും. രണ്ടുപേരും അഭ്യാസത്തിന് പുറകോട്ടല്ലാത്തതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അഭ്യാസ പ്രകടനങ്ങളായിരുന്നു. പിന്നെ അവരുടെ അഭ്യാസ പ്രകടനം അങ്ങോട്ടും ചെറിയ അഭ്യാസ പ്രകടനം നിർത്താം, പിന്നെ നല്ല മാജിക്കൊക്കെ ഉപയോഗിച്ച വലിയ അഭ്യാസ പ്രകടനമാണ്. അതിങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഇടയ്ക്ക് പെട്ടെന്ന് അവരുടെ ശക്തി കൊണ്ട് അവളുടെ കയ്യും കെട്ടിയിടും. ഉടനെ അവൾ ഉറക്കെ വിളിക്കും, ലീസാൻ എന്ന് വിളിക്കും. അപ്പോഴത്തേക്കും നമ്മൾ ലീസാൻ പറയും, ചുമ്മാ എന്തിനാ നീ നിന്റെ ശക്തി കളയുന്നത്, ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയും. നിനക്ക് തോന്നുന്നുണ്ടോ നിനക്ക് എന്നെ അടിച്ചിടാന്ന്, നീ വെറുതെ ചിന്തിക്കണ്ടേ, വെറുതെ സമയം കളയണ്ടെന്ന് പറയും. ഉടനെ നമ്മൾ യൂലിയാൻ ചോദിക്കും, നീ എന്തിനാ പിടിച്ചോണ്ട് ഇവിടെ വന്നേക്ക് നിൽക്കും. ഉടനെ ലീസാന് പറയാൻ ആൻസർ ഒന്നുമില്ല. ലീസാൻ ഇങ്ങനെ അവളെ നോക്കിയിരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് വിളിക്കും, നിനക്ക് എന്നെ കൊല്ലണമല്ലേ, എന്നാൽ കൊല്ലാൻ പറയും. നിന്നെ കൊല്ലാനോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പുറത്തുള്ള എന്നൊരു കോട്ടൂരി അവളുടെ ദേഹത്തിൽ കയറിയും. അവനത് അവളുടെ ദേഹത്തൊന്ന് വീഴും. എന്നിട്ട് പറയും, അവൻ്റെ ശക്തി കൊണ്ട് അവളുടെ കയ്യിലുള്ള കല്ലില്ലേ അതിങ്ങനെ മാജിക്കോട് വാങ്ങിച്ച് അവൻ്റെ കയ്യിലാക്കിയിട്ട് പറയും, നീ ഡ്രാഗൺ മാസ് നിനക്ക് രക്ഷിക്കണല്ലേ, നടക്കുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് അവനത് എടുത്തിട്ട് പറയും, അവളുടെ കൈയുടെ കെട്ടയച്ചു വിടും. എന്നിട്ട് പറയും, നിനക്കിനി ഫസ്റ്റ് നൈറ്റ് അവൻ്റെ കൂടെ പോയി ആഘോഷിക്കാൻ പൊക്കോളാൻ പറഞ്ഞിട്ട് കൈ കെട്ടയച്ചു വിടും. അവനങ്ങ് നടന്നു.